എന്തൊക്കെയോ പ്രശ്നമാണ്. ആ ചെറുക്കൻ ഇവിടെയും എത്തിയുമില്ല. നീ അവൻ പറയുന്നു കേട്ടുള്ളൂ ഓരോന്ന് ചുമ്മാ. പിന്നെങ്ങനെയാണ് ജഗനങ്ങൾ പറയുന്നത്? ടെറസിൽ നിങ്ങളുടെ സ്ലിപ്പായി താഴെ പോയതാ, നമ്മുടെ ജോൺ പോയ പോലെ. അച്ഛന് ആരെങ്കിലും ശത്രുക്കൾ? അങ്ങനെ ചോദിച്ചാ ആരും ശത്രുക്കളായിരുന്നില്ല. പ്പോഴാ ഒരിക്കൽ ഞങ്ങളെല്ലാരും കൂടെ ചികിത്സ ഒരു ഫോൺ വന്നു, ഒരു ഭീഷണി കോൾ. ജഗു, സുന്ദരികളായ ഗ്രീക്ക് വനിതകൾ മാത്രമുള്ള ഒരു സദസ്സിൽ നിങ്ങൾക്ക് ഒറ്റയാൻ നാടകം അവതരിപ്പിക്കാനുള്ള ഒരു ചാൻസ് മൂളി പറന്ന് നടപ്പുണ്ട്. ഒന്ന് അടിപ്പിക്കട്ടെ. ഒന്ന് കളയുന്നേ, എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ സിദ്ധ. ഇതെന്താ ചെസ്സോ? നല്ല കാര്യം പറയുമ്പോ വേണ്ടെങ്കിൽ വേണ്ട. ഓ, ഞാൻ ഉദ്ദേശിച്ച കാർഡല്ല ഇട്ടത്. ഇതാണ് ജഗ്ഗു പറയുന്നത് ഗ്രീക്ക് ട്രാജഡി എന്ന്. ഹലോ ഹലോ, ആര്? സുഹൃത്തെ, നിങ്ങൾ ആദ്യം ഒരു അതോ കൈയും കാലും ഓടിച്ചിടാനോ? രണ്ടും ഒരു കൈയും കാലും എന്ന സങ്കല്പമാണ്. കുറച്ചു കാലം ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ ഒരു വല്ലാത്ത അന്തർദാഹം. അപ്പൊ എങ്ങനെ ഇന്ന് തന്നെ ഒരു ഇരുട്ടടി സമ്പ്രദായമാണോ? എന്തായാലും അണ്ണാ ആലോചിച്ചിട്ട് തന്നെ വിളിക്കേ. ആരാ? ഏതോ ഒരു അങ്കുലിമാലനാണെന്ന് തോന്നുന്നു. അവനെന്റെ കുറച്ച് വിരലുകൾ വേണമെന്ന്. സർ, I am done for the day. Okay. See, Adi, I am surprised. ഈ കേസ് അന്വേഷിച്ച ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ടും സർവീസിൽ നിന്ന് വിരമിച്ച എന്നെ തേടി നിങ്ങൾ എന്തിനു വന്നു എന്ന്. അന്ന് ഈ കേസ് ഡീൽ ചെയ്ത ഓഫീസേഴ്സിൽ ഏറ്റവും ബ്രില്യന്റും ഷാർപ്പും സാറായിരുന്നു എന്ന അറിവ്. ഞാൻ എന്റെ ഹോംവർക്ക് നന്നായി ചെയ്തു എന്ന് കൂട്ടാം. ഐ ലൈക്ക് ദാറ്റ്. യു നോ സംതിങ്? എനിക്ക് IPS കൺഫേം ചെയ്ത് കിട്ടിയതാണെന്ന് സംശയമുണ്ട് പലർക്കും. എന്റെ ഈ മുഖവും പൊക്കക്കുറവും ആയിരിക്കാം എന്നെ കുറിച്ച് ഇങ്ങനെ ലൂഡായ കമന്റ്സ് പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ആരാണ് സർ ഈ ഇവർ? എന്റെ ചുറ്റുമുള്ളവർ. പോലീസ് ക്ലബിലെ കോക്കസ്, ട്രിവാൻഡ്രം ക്ലബ്. ഞാനൊരു ഗ്രൂപ്പിൽ നിന്നും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ കുറ്റങ്ങളും കുറവുകളും നിരത്തിലാണ് ഇവരുടെ പ്രധാന ഹോബി. എസ്പെഷ്യലി നായേഴ്സ്. സോറി, നിങ്ങള് നായരാണെന്ന് എനിക്കറിയില്ല. തിലകൻ സർ, അങ്ങനെ മോശം പറയുന്ന ചിലരുണ്ടാവാം. ബട്ട് ആസ് ഫാർ ആസ് ഐ നോ, എല്ലാവർക്കും സാറിന് വലിയ ബഹുമാനമാണ്. മാത്രമല്ല, മൂന്നാം മുറ ഉപയോഗിക്കാതെ കുറ്റവാളിയുടെ മനവും നിലതെറ്റിച്ചുകൊണ്ടുള്ള സാറിന്റെ ചോദ്യം ചെയ്യലുകൾ, അതിനെ എമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് യങ് ടർക്സിനെ പോലീസ് ഫോഴ്സിൽ എനിക്കറിയാം. അവർ തന്നെയാണ് സാറിനെ വന്ന് കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. അച്ഛന്റെ മരണത്തെ പറ്റി FIR ഇല്ലാത്ത കുറെ സ്റ്റാർട്ട്ലിംഗ് ഫൈൻഡിങ്സും സാറിൻ്റെതാണെന്ന് ഞാൻ അറിഞ്ഞു. So you have done your paperwork. Quite impressive. സിദ്ധന്റെ മരണം ഒരു അപകടമോ ആത്മഹത്യയോ ആയിരുന്നില്ലെന്ന 100% ഗ്യാരണ്ടി എനിക്ക് തരാൻ കഴിയും. അപകട മരണം എന്ന സാധ്യത ഞാൻ തള്ളിക്കളയുന്നത് അവിടുത്തെ പാരപ്പറ്റ് വാളിന്റെ ഹൈറ്റ് വെച്ചിട്ടാണ്. പിന്നെ അതിന്റെ തിക്നെസ്. സിദ്ധനെ പോലെ പോസിബിലിറ്റി ഓഫ് എ സൂയിസൈഡ്. 2 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാൽ മരിക്കണോ നിർബന്ധമില്ല. കൈയും കാലും ഒടിഞ്ഞു കിടക്കാം, അല്ലെങ്കിൽ മാക്സിമം ഒരു പാരാലിസിസ്. ചിലപ്പോൾ മരണവും സംഭവിച്ചേക്കാം. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാൾ അങ്ങനെ റിസ്ക് എടുക്കൂ? വേറെ എന്തെല്ലാം ഷുവർ ഫയർ മെത്തേഡ്സ് ഉണ്ട് ജീവനെടുക്കാൻ. ഐ എം കോൺഫിഡന്റ് ദാറ്റ് ഇറ്റ് വാസ് എ മർഡർ. ആരോ തള്ളിയതുപോലെ തന്റെ അച്ഛന്റെ ചെരുപ്പ് തെറിച്ചു പോയിരുന്നു. പോസിബിലിറ്റി ഓഫ് എ സ്കഫിൾ. പിന്നെ റിപ്പോർട്ടിൽ വന്നത് അപകട സ്ഥലം കാണാനെത്തിയ ആൾക്കാരുടെ തിരക്കിൽ മിസ്പ്ലേസ്ഡ് ആയെന്നാണ്. ബട്ട് ഐ ഡോണ്ട് ബൈറ്റ് ഇൻ ടു ദാറ്റ്. അന്ന് സ്ഥലം ആദ്യമായി സന്ദർശിച്ച കോൺസ്റ്റബിൾ സ്റ്റീഫൻ എന്നോട് ക്ലിയറായി സ്റ്റേറ്റ് ചെയ്തതാണ് ആ തെറിച്ചുപോയ ചെരുപ്പിനെ കുറിച്ച്. അതൊരു മർഡറാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ലാക്ക് ഓഫ് എവിഡൻസ്. ഞങ്ങൾ സസ്പെക്ട് ചെയ്ത ആരിലും വ്യക്തമായ ഒരു മെൻസ് റിയ, അതായത് മെന്റൽ എലമെന്റ് കണ്ടെത്താനായില്ല. സർ, ആരൊക്കെയായിരുന്നു പ്രൈം സസ്പെക്ട്സ്? അങ്ങനെയില്ല, ചില സംശയങ്ങൾ. സിദ്ധന്റെ സുഹൃത്തുക്കൾ, എസ്പെഷ്യലി മാധവൻ, അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രൊഡ്യൂസർ ശിവറാം, ദെൻ ഒരു ലോക്കൽ വാടക ഗുണ്ട, ഐ ഫോർഗോട്ട് ഹിസ് നെയിം. ആ കരിമടം കോളനിയിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ.
ബട്ട് ദേ വെർ ഓൾ പ്രൂവ്ഡ് ഇന്നസെന്റ്. എന്തായാലും നീ വന്നതല്ലേ, കുറച്ച് പടം എടുത്ത് വെച്ചേക്കാം. എത്ര വേണേലും എടുത്തോ, പക്ഷെ പറഞ്ഞു തരണം അച്ഛന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ. അല്ല മോനെ, നീ ആരാ അമിതാഭ് ബച്ചനോ പടം എടുക്കുന്നതിന് കൈക്കൂലി തരാൻ? കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആ നിമിഷം മറന്നേക്കണം. പിന്നെ മറക്കുന്ന ഒരാളെ അന്നുള്ള ഗോസിപ്പൊക്കെ രാത്രി വീട്ടിൽ പോയി എഴുതി രേഖയാക്കി വെക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതെന്റെ ഒരു സന്തോഷത്തിനാ. ഇതുവരെ ആർക്കും വായിക്കാൻ കൊടുത്തിട്ടില്ല. എത്ര പത്രക്കാര് ചോദിച്ചതാ, ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ തീയിട്ടങ്ങ് കത്തിച്ചു കളയും. എന്റെ അമ്മേ, അല്ലെങ്കിൽ പത്രക്കാരല്ലല്ലോ ഞാനല്ലേ. നീ ആയതുകൊണ്ട് ഒട്ടും പറയത്തില്ല. നീ ആ തന്തയുടെ അല്ലേ മോൻ? ഇപ്പൊ എന്തായാതി? ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനമില്ലാന്ന്. അവിടെ അകത്തോട്ട് കയറിപ്പോയൊരു രഹസ്യം. പിന്നെ മതിലിടിഞ്ഞാലും വെളിയിൽ വരത്തില്ല. ഫോട്ടോ സെഷൻ കഴിഞ്ഞ് വാ പോവാം. ഇല്ലെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, ചുറ്റികൾ ഇവിടെ. ഈ പ്രൊഡ്യൂസർ ശിവറാമും അച്ഛനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി? നല്ല ബന്ധമായിരുന്നു. വെളിയിൽ കീരിയും പാമ്പും, അകത്താടയും ചക്കരയും. ഭയങ്കര രസമായിരുന്നു ഇവര് തമ്മിലുള്ള സംസാരങ്ങള്. ഈ ശിവറാം വെറും പ്രൊഡ്യൂസർ ആയിരുന്നില്ല, മാധവൻ അറിയായിരുന്നല്ലോ. അറിയാം. നന്നായി വായിക്കും, സിനിമ കാണും. സിദ്ധം മരിച്ചോടെ അയാളങ്ങ് ഒതുങ്ങി. പിന്നെ സിനിമയും ചെയ്തിട്ടില്ല. ഇപ്പോ ഹൈദരാബാദിൽ എവിടെയോ. ബെസ്റ്റ്. ഐ ജി തിലകൻ സാറ് പറയുന്നത് അച്ഛന്റെ കേസിൽ ഒരു പ്രധാന നോട്ടപ്പുള്ളിയായിരുന്നു ഈ ശിവറാം. ശിവറാമിനെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ തിലകൻ. അയാൾക്ക് നായന്മാരെന്ന് കേൾക്കുമ്പോഴേ ഒരു ചൊറിച്ചില്ല. പറയുമ്പോ അയാള് കല്യാണം കഴിച്ചതേ ഒരു നായർ സ്ത്രീയാ. ആ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും ആ ചൊറിച്ചില്, അല്ലേ? ആ, പക്ഷെ മിടുക്കുന്ന ആള്. ഈ ജാതി കോംപ്ലക്സ് എന്ന് പറയുന്ന ഫൂളിഷ്നസ് ഒഴിച്ചു നിർത്തിയ ഒരുത്തിന് അടുത്തു വരില്ല അങ്ങരുടെ. ആ, കൂടുതൽ പൊക്കണ്ട. അദ്ദേഹം പറഞ്ഞ സസ്പെക്ട് ലിസ്റ്റിലെ സാധനങ്ങളുണ്ട്. അത് ശരി, അങ്ങനെയാണോ? എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നെ സംശയിക്കുന്നില്ല? ഒരാളെ കൊല്ലുക എന്ന വിവരക്കേട് അങ്കിൾ കാണിക്കില്ല എന്ന് തോന്നി. ബിയോണ്ട് ദാറ്റ്. വേറെ ആരൊക്കെയായിരുന്നു ലിസ്റ്റിൽ? ഒരു ഗുണ്ട, നല്ല കമ്പനി. ആ കരിമടം കോളനിയിലാ മറ്റോ. ഓ, ഹസനാര്, സോഡാക്കുപ്പി ഹസൻ. അറിയോ? പിന്നെ അന്ന് കുറെ കസറിയ വളവനാ. ഇപ്പൊ ആ പൂക്കാരൻ തെരുവിലെങ്ങോ മാല കെട്ടി പഴകിയ. ആരോ ഒരു കാലങ്ങ് വെട്ടിയെടുത്തു. പൂക്കാരൻ തെരുവ്. ചേട്ടാ, ഈ പൂക്കാരൻ തെരുവ് ഏതാ? ഈ ഹസനാരുടെ വീട്. ആരെ വീട്? ഹസനാരെ? ഓ, നമ്മളെ മൊണ്ടിയാസ്. നൂരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് 4ാമത്തെ പേര്. എന്തൊരു സാറേ, പിന്നെ എല്ലാം കുത്തിപ്പൊക്കാൻ വന്ന തന്നെ സാറേ. ഒരിക്കൽ ഈ പേരും പറഞ്ഞ് പേലുകൾ കൊണ്ടുപോയി ചെവുക്കനെ തന്നതാണ്. ഒന്നിനുമല്ല, വെറുതെ അറിയാം. എന്നെ വിശ്വസിക്കാം. സാറിന് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ ഈ കാര്യത്തിൽ നിരപരാധിയായോണ്ട് പറയാം. അങ്ങനെ ഒരു കൊട്ടേഷൻ തന്നായിരുന്നു, പക്ഷെ ഞങ്ങൾ എടുത്തില്ല. പൈസയുടെ കാര്യം ചൊക്കാത്തോണ്ട് വിട്ടുകളഞ്ഞു. ആ കൊട്ടേഷൻ തന്നത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാത്തത് സാറിന്റെ ഫാദർ വലിയ ഫേമസ് അല്ലായിരുന്ന? അതൊരു കൊച്ചിക്കാരൻ ലോപ്പസ്, അന്നത്തെ ഒരു നടിയുടെ ചേട്ടൻ. പുതിയ